മാത്രം ഇത്രയും വൈരാഗ്യം ഇന്ന് കുറേ ടീച്ചർ കൊച്ചുങ്ങൾ എൻ്റെ അടുത്ത് ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്നു കേട്ടാ. അപ്പോൾ അവരെല്ലാം ഇത്ര കാര്യമായിട്ട് ചോദിക്കുമ്പോൾ ആ സത്യം ഞാൻ പറയണമല്ലോ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ട്യൂഷൻ പഠിക്കാൻ വേണ്ടി ഒരു ചേച്ചിയുടെ അടുത്ത് പോയി. ചേച്ചി എന്നൊക്കെ വിളിക്കാന്നേ ഉള്ളൂ, എൻ്റെ കാട്ടി 1-2 വയസ്സ് കൂടുതൽ, അത്രേ ഉള്ളൂ. പക്ഷേ ട്യൂഷൻ പഠിക്കുന്നതല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചേച്ചീനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം, നല്ല രസമുണ്ട്, അപ്പോൾ കണ്ടോണ്ടിരിക്കണം, അതിനാണ് പോകുന്നത്. പഠിത്തം അറിയാമല്ലോ. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരു 4-5 പിള്ളേർ വേറെ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ചില ദിവസം ഞാൻ ട്യൂഷൻ ചെല്ലുമ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറയും, ഇന്ന് വയ്യടേ ഷിജിനെ, നീ ഇന്ന് പൊയ്ക്കോന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകും കേട്ടോ. കുറച്ചാൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഞാൻ പഠിക്കാൻ ചെല്ലുമ്പോൾ അറിയുന്ന ടീച്ചറും കുടുംബവും നാട് വിട്ടു പോയെന്ന്. നാട് വിട്ടു പോകേ? ഞാൻ ഇത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ കാര്യം തിരക്കി പഠിക്കാൻ വന്ന കുറേ എണ്ണം ഉണ്ടല്ലോ നമ്മളെ കൂടെ പഠിക്കാൻ വന്ന. അമ്മ അടുത്തൊക്കെ പോയി തിരക്കി. അപ്പോഴാണ് ഞാൻ അറിയുന്ന ടീച്ചർ ഗർഭിണിയായി. അപ്പോൾ ട്യൂഷൻ പഠിക്കാൻ വന്ന ആരോ ആണ് അതിൻ്റെ പിന്നിൽ. അവരെയൊക്കെ പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുകയാണ് കേട്ടാ. ഞാനിത് അവന്മാരുടെ ചോദിച്ചിട്ട് എന്താണ് സംഭവം, ഇങ്ങനെയൊക്കെ കേൾക്കുന്നല്ലോ. അപ്പോഴാണ് അവന്മാർ സത്യം പറയുന്നത്. എനിക്ക് വയ്യ ഷിജിനെ, നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്ന ദിവസങ്ങളിൽ ഇവന്മാരും ടീച്ചറുമായിട്ട് അകത്ത് അടി നടക്കിയിരുന്നത്. പുല്ല് ഞാൻ ഡെയിലി ടീച്ചറിനെ ആലോചിച്ച് എത്ര വിട്ടിട്ടുണ്ടെന്നറിയാം. ആ മയിലും തൊട്ട് നക്കി നോക്കാൻ പോലും എനിക്ക് തന്നില്ലേ.